ഹായ് കൂട്ടുകാർ, ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയാട്ടോ. ഈ മഴയത്ത് നമ്മൾ മുറ്റം സ്ഥിരമായിട്ട് അടിച്ചു വാരിയില്ലെങ്കിലുണ്ടല്ലോ വെക്കി അങ്ങ് വീണ് പോയിട്ട് കാലും കൈയും പൊട്ടിട്ടു. ആരെ പറഞ്ഞിട്ട് കാര്യമല്ല. നമുക്ക് നോക്കാൻ ഇഷ്ടം പോലെ ആൾ ചുറ്റും ഉണ്ടെങ്കിലും നമ്മൾ സഹിക്കണം. അതിന് ഫസ്റ്റ് തന്നെ പരിഹാരതാ, ഇങ്ങനെയുള്ള ചൂലുകൊണ്ട് ഇങ്ങനെ പറ്റിച്ചങ്ങ് അടിച്ചു വരിക. ഇതാ ഇങ്ങനെ പറ്റിച്ചടിച്ചാൽ വഴുവഴുപ്പും കൊഴുപ്പും എല്ലാം അങ്ങ് പോവും. മഴ ഇല്ലാത്ത സമയം നോക്കി, മഴയത്തൊന്നും ആരും ഇറങ്ങണ്ടേ, പനി പിടിച്ച് അതിന് വേറെ അസുഖമായിരിക്കും. ഇങ്ങനെ അങ്ങ് അടിച്ച് വാരിയാൽ എവിടെയും ഒന്നും കൊഴുപ്പും ഉണ്ടാവില്ല. നമുക്കാണെങ്കിൽ നടക്കുകയും ചെയ്യാം. സ്കൂൾ പോണ മക്കളൊക്കെ ആണെങ്കിലേ സ്പീഡിൽ സ്കൂൾ വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോക്കല്ലേ. അതിനൊക്കെ ഫസ്റ്റ് പരിഹാരമാണ് ഈ ചൂലുകൊണ്ട് ഇങ്ങ് അടിച്ച് വരിക. എന്താ സൂപ്പർ എന്നറിയോ. ഈ ചൂലാണെങ്കിൽ വലിച്ചൂരിയാൽ കിട്ടിയില്ല, ഇറുക്കിളി ഊരിപ്പോരുന്നുള്ള ബേജാറേ വേണ്ട, ധൈര്യമായിട്ട് അടിച്ച് വരാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ ചൂല് നമുക്ക് ലേഡീസിന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടിച്ചടിച്ചടിച്ച് വാരി കുറ്റിച്ചൂലായ അത് നമുക്ക് പുതിയതാക്കിയൊക്കെ മാറ്റാം. വരി നമുക്ക് വീഡിയോയിലോട്ട് പോവാലോ. ഇതെങ്ങനെയാണ് ചൂലുണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളത്. ഇതാ ഇങ്ങനെ അങ്ങ് അടിച്ച് വാരിയ ഉള്ളിലൊക്കെ പോവും. ഇതാ ചെടീൻ്റെ ഉള്ളിലൊക്കെ പോയിക്കോളും, ഉള്ളിൽ എന്തുണ്ടെങ്കിലും മാറും. എൻ്റെ മഴക്കാലത്ത് എൻ്റെ പൂക്കളൊന്നും ആയിട്ടൊന്നും ഇല്ല, അൽഹംദുലില്ലാ, അങ്ങനെ നിൽക്കുന്നുണ്ട്. വരി നമുക്കിത് ഉണ്ടാക്കാമല്ലോ. ആവശ്യം കഴിഞ്ഞിട്ട് നമുക്കിതാ ഇങ്ങനെ അങ്ങോട്ട് കൊളുത്തിടും കൂടി ചെയ്യാം. അതെങ്ങനെയാന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതാ രണ്ടാമത് അങ്ങനെ രണ്ടും ഇവിടെ കൊളുത്തി കഴിഞ്ഞു. എങ്ങനെയുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിനു വേണ്ടി നമുക്ക് വേണ്ടതാ ഇങ്ങനെയുള്ള കുപ്പികളാണ്. ഇങ്ങനെയുള്ള കുപ്പികൾ ഞാൻ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ കുടിക്കാൻ ഇപ്പം കുപ്പിയൊക്കെ ആണല്ലോ. അന്നേരം ഞാൻ എന്താക്കുന്നറിയോ, എനിക്കിപ്പം നാണക്കേടൊന്നുമില്ല. അന്നേരം കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും, ഓ ഇത് ചൂലുണ്ടാക്കാമല്ലോ എന്ന്. അങ്ങനെ സ്വരൂപിച്ച് ഞാൻ കവറെടുത്തിട്ട് അറച്ച് കൊണ്ടുപോയി. അങ്ങനെ കുറേ കൊണ്ടുപോകുന്നതിന് ഓരോ ആവശ്യത്തിന് എടുത്തെടുത്ത് തീർന്നതാണ്. ഇതൊരു സൽക്കാരത്തിന് പോയപ്പോൾ ഇത് സാധാ വെള്ളത്തിൻ്റെ കുപ്പിയല്ല, ഇത് 7up-ൻ്റെ. നമുക്ക് ബ്രോസ്റ്റഡൊക്കെ കിട്ടുമ്പം ബ്രോസ്റ്റഡൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു കുപ്പി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പെറുക്കി എടുത്ത് കൊണ്ടുവന്നതാണ്. എനിക്ക് ചൂലുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പ്രധാനമായി ഇത് നമ്മളെ കയ്യിൽ വേണം. നമുക്ക് ഇനി കയറ് വേണ്ട, അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, ഒക്കെ പൊയ്ക്കോട്ടെ, ഒന്നും വേണ്ട. പിന്നെ വേണ്ടത് താരം എന്താ ഈർക്കിളി എന്ന് പറഞ്ഞാൽ ഇത് മട്ടിൽ തറച്ച് കൊണ്ടുവന്നാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മാക്കൊക്കെ പണി എന്താ അറിയുക, ഉച്ച വരെ അടുക്കള പണിയും ചോറും കറിയൊക്കെ ഉണ്ടാക്കി ഉച്ചന് ശേഷം ചുള്ളിൽ വെറുക്കുക. ഇങ്ങനെ മട്ടിൽ ഇങ്ങനെ ഓലക്കണ്ണി തറച്ച് കെട്ടിയിട്ട് കലാപരമായിട്ട് പുരൻ്റെ സൈഡിൽ ഇറയത്ത് ഇങ്ങനെ മഴ കൊള്ളാതൊക്കെ വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇപ്പോൾ ആർക്കും ഇപ്പോഴത്തെ തലമുറക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ അതുണ്ടെങ്കിൽ ആ ഉണങ്ങിയതുണ്ടെങ്കിൽ പെട്ടെന്നാവില്ല. ഞാനിപ്പോൾ ഇന്ന് പോയി തോട്ടത്ത് പോയിട്ട് വെട്ടിങ്ങോട്ട് കൊണ്ടുവന്നാൽ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓടിപ്പോയി നേരം തോട്ടത്ത് പോയിട്ട് മട്ടലൊന്നും തറക്കരുതേ. കാരണം എന്താണെന്നറിയോ, കൊതുകും അതിൻ്റെ ഒപ്പം വീകൽ, പാമ്പ് എല്ലാം പേടിക്കണം കേട്ടോ. ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. നമുക്ക് ഇതിനെ ഈർക്കിളി ഒന്ന് എടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് കയറില്ലാണ്ട് എത്രയോ ഉറപ്പിലുണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു. ഇതാ ഈർക്കിളി ഉണ്ടാക്കാൻ ഒരു കത്തിയില്ലാത്ത വീടുണ്ടാവില്ല. നല്ല പാകമുള്ള കത്തി എടുത്തിട്ട്, ഇതേ ഉള്ളൂ ഇതിനൊരു പ്രയാസം കേട്ടോ. ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഈർക്കിളി. ഇതാ നല്ല കൂർത്ത് നമ്മൾ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് ഇത് ഉണ്ടാക്കാൻ. ഇതാ ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് നിറയല്ല, ഇവിടെ മുറ്റം നിറച്ചിട്ടിട്ട് അങ്ങ് പോയൊന്നും വേണ്ട. ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ചെടിച്ചട്ടി കൊണ്ടുപോയി ഇടുകയും ചെയ്യാം. അതായത് ഇത് ഈർക്കിളിങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇവർ കുഴച്ചില്ല, ഇവർക്ക് പിന്നെ ആരോഗ്യമല്ല. ഇതാ എല്ല് പോയല്ലോ. ഇതാ ഇത് എല്ലാം എടുത്തിട്ട് ചെടിച്ചട്ടിയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കം തന്നെ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. നിങ്ങൾ ലൈക്ക് ഇട്ടിട്ട് കാണുന്നുണ്ടല്ലോ, താങ്ക്സ് കേട്ടോ. ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് താങ്ക്സ്. ഏതെല്ലാം സ്ഥലത്തുള്ള ആൾക്കാരെ നമ്മളിതേ പരസ്പരം ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് പരിചയമായത്. ഓ എൻ്റെ അമ്മോ, എനിക്ക് എത്ര പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാ ജില്ലയിലും ഉണ്ട്, പുറത്തും ഉണ്ട്, ലക്ഷദ്വീപിലും ഉണ്ട്. എൻ്റെ അമ്മോ, അപ്പോൾ നമുക്ക് ഈർക്കിളി ഇല്ലാത്തവരുണ്ടാവില്ലല്ലോ. എനിക്ക് ഈർക്കിളിയോട് ചൂലുണ്ടാക്കൽ മാത്രമല്ല കേട്ടോ, ഞാൻ വിത്ത് മുളപ്പിക്കുകയും ചെയ്യും. അത് ഞാൻ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഈർക്കിളി ഉണ്ടാക്കുന്നത് താമസമായ വീഡിയോ നീണ്ടങ്ങ് പോകും, അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈർക്കിളി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ
ചൂല് ഇവിടെ അല്ല ഈർക്കിൽ ഇവിടെ കുറേ റെഡിയാക്കി. നിങ്ങളെ വീട്ടിലൊക്കെ അത് കത്തിക്കാനാണല്ലോ എടുക്കൽ ഓലക്കണ്ണി. അപ്പോൾ അതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ല സൗകര്യം, നമുക്ക് ഉണങ്ങിയേ കിട്ടും. ഇതാ ഈർക്കിളി ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇത്രയും ഈർക്കിളി നന്നാക്കുവാൻ സമയം എത്ര പിടിക്കും? അപ്പോൾ ഇങ്ങനെ എത്ര സമയം പിടിച്ചാലും ഇത് അത്രക്ക് ഉപകാരമുള്ളൊരു സംഭവമാണ്. ഇതങ്ങനെ ഒന്നും കേട് വരൂല. ഇത് നിങ്ങൾ കടയിൽ പോയി ചോദിച്ചു നോക്കി ഇതിൻ്റെ വില. അപ്പം ചൂലിൻ്റെ ടൈമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കയറൊന്നും വേണ്ട, ഇതിവിടെ നിൽക്കട്ടെ കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? ഇതാ ഇങ്ങനെയുള്ളൊരു കുപ്പി എടുക്കുക. കുപ്പി എടുത്തിട്ട് ഇതിന് മുളച്ചിരിക്കുന്ന 5 ഭാഗമല്ലേ, ഇതാ അത് ഞാൻ കുറച്ച് കട്ട് ചെയ്തിരുന്നതാ. 5 ഭാഗം അതങ്ങ് കട്ട് ചെയ്യുക. കുറച്ചധികം കട്ട് ചെയ്താൽ കുറച്ചധികം കൊള്ളിയും ചെയ്യും. പോരാത്തതിന് ഇങ്ങനെ നിൽക്കൂല. അത് വേറെ ഇരുത്തി നിൽക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുക. 5 എണ്ണം കണ്ടോ? 5 മുളച്ചിരിക്കുന്ന ഭാഗമല്ലേ ഇത്. എൻ്റെ ഇതിന് മുമ്പൊക്കെ ഞാൻ ഇടലുണ്ട്. ഇതാ 5 മുളച്ചിരിക്കുന്ന ഭാഗം കണ്ടോ നോക്കി. ഇത് വേണ്ടല്ലേ, ഇതങ്ങ് കട്ട് ചെയ്യുക. കുപ്പായൊന്നും വേണ്ട. ഈ അടപ്പൊക്കെ വേണം. അടുപ്പിനോടൊക്കെ ഒരു ഉപകാരമുണ്ട്. ഈ അടുപ്പ് കൊണ്ടൊക്കെ നല്ലൊരു ഉപകാരമുണ്ട് അല്ലേ. ഞാൻ കാണിച്ചില്ല ലാസ്റ്റ് കേട്ടോ. ഇതാ ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് മാക്സിമം അതും കൂടി ഒന്ന് കാണിച്ചു തന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇതേ ഉള്ളൂ എന്ന് ചോദിക്കൂ. ഇതാ ഇങ്ങനെ അങ്ങോട്ട് നറുക്കുക. ഇപ്പം അടപ്പ് കിടക്കട്ടെ. ഇതെങ്ങനെ അങ്ങ് നറുക്കുക. എത്ര കുത്തി നറുക്കാൻ സാധിക്കുന്നോ അത്രയും കുത്തി നറുക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു മഴക്കാലം, ഇത് കർക്കിടക മാസമാണല്ലോ. ഇപ്പം മഴയായിട്ട് ഞാൻ സ്ഥാനം മാറി. ഞാൻ അവിടെ ഇരുന്ന് മുറ്റത്തായിരുന്നു നിന്നാണ് ഇങ്ങോട്ടൊക്കെ ഓടി വന്ന്. അതാ പറഞ്ഞത്, മഴയത്ത് നമ്മൾ ഓടി വരുമല്ലോ. ഒന്ന് വീണാൽ പോരെ, തട്ടിയാൽ പോരെ, കഥ കഴിഞ്ഞ്. പിന്നെ നമ്മൾ അനുഭവിച്ചോളുക. നോക്കാൻ മക്കളുണ്ടാവും, പൈസ ഇറക്കാൻ ആൾക്കാരുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഊര പൊട്ടിയാൽ കഴിഞ്ഞ് മക്കളെ. അതുകൊണ്ട് നമ്മൾ പറ്റിച്ചടിച്ച് വരിക. അതിന് പറ്റിയ ചൂല അത് അടിച്ച് വാരിയോണ്ട് നിൽക്കുമ്പോഴെങ്ങാനും ഈ ഓരോ ഇറുക്കിളി ഊരിപ്പോകാനുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ദേഷ്യം. എല്ലാ ലേഡീസും ഒരുപോലല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ലേഡീസെന്ന് മാത്രം പറയണ്ട, ആണുങ്ങൾക്കും അടിച്ച് വരാം. ഇങ്ങനെ അങ്ങ് ചെയ്താൽ ഇപ്പം ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ. കാരണം ഇതും അധികം കാണിച്ചുകൂടാ. കാണിച്ചാൽ നീണ്ടുപോകും, വല്ലാതെ നീണ്ടുപോകും. എല്ലാ ഹോട്ടലും കുയ്യെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എൻ്റെ ഇവിടുത്തെ ഭാഷ ഇങ്ങനെ നറുക്കുക. ഞാനിനി ഫുള്ളാക്കട്ടെ എന്നിട്ട് കാണിച്ചിരുന്നുള്ളൂ. ഇപ്പം ഇത്ര കണ്ടില്ലേ. അതാ ആകുന്നിടത്തോളം. ഇനി ഞാൻ നറുക്കട്ടെ കേട്ടോ, നറുക്കട്ടെ. അങ്ങനെ 2 ചൂല് നിന്ന ഉപ്പിന് 2 ചൂലുണ്ടാക്കിട്ടോ. പിന്നെ നമ്മൾ കുപ്പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വണ്ണേ പറ്റൂ. ഈ വണ്ണത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ പിടുത്തം കിട്ടൂല. പിടുത്തം ഓവർ കിട്ടാണ്ട് നിന്നാൽ അടിച്ചു വരാൻ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, കുറേ ഈള് നിറച്ചാൽ വെയിറ്റ് ആയിരിക്കും. വെയിറ്റ് ആകുമ്പോൾ നമുക്ക് ആയാസത്തിൽ അടിച്ചു വരാൻ കഴിയില്ല. അങ്ങനെ ഞാൻ നിറച്ച് ഫുള്ള് നിറച്ചു കേട്ടോ. നമുക്ക് ഒരു മട്ടലോടെ തന്നെ 3-4 ചൂലുണ്ടാക്കാം. കാരണം ഇതിങ്ങനെ ചെതറിയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ചെതറിയിട്ടാണ് നിൽക്കുന്നത്. ഏത് ഒട്ടിപ്പിടിച്ചതും മുടി വരെ എല്ലാം ഇത് നമുക്ക് കിട്ടും. എന്തെങ്കിലും പ്ലാവിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ അമർന്ന് നിൽക്കുകയാണെങ്കിൽ അതെല്ലാം കൊണ്ട് വേഗം കിട്ടും. നല്ല സുഖം. ഇനി അടിച്ചു വരാൻ മടിയുള്ളവരുണ്ടാവരെ, ഓൽക്ക് ഇതങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓൽക്ക് നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പോൾ ഇങ്ങനത്തെ ചൂല് അതിനും നിർബന്ധമാണ്. ഞാൻ മാക്സിമം എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ കുത്തി നറുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇനിയുണ്ട്, ഓരോ പ്രവർത്തനങ്ങളുണ്ട്. വേറെ മോഡലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. ഞാനുണ്ടാക്കൽ ഇങ്ങനെയാണ്, എനിക്ക് വിജയിച്ചിട്ടുമുണ്ട്. നോക്ക് മഴയാണ് ഇവിടെ. ഞാൻ കുറച്ച് നേരത്തെ മഴ ഇല്ലായിരുന്നു കേട്ടോ. അന്നേരം മുറ്റത്തു നിന്നായിരുന്നു ഞാൻ എടുത്തു കൊണ്ടുവന്ന്. ഇനി മുറ്റത്ത് പോകാൻ കഴിയില്ല, ഇതായിപ്പോയി. ഇങ്ങനെ ഫുള്ള്
ഇപ്പം തന്നെ അടിച്ചു വാരിയാൽ അങ്ങനെ പോവൂല. പക്ഷെ ഇത് പോവാതെക്കാനുള്ളൊരു മാർഗമുണ്ട്. ഇതാ ഈ കുപ്പി കണ്ടോ, ഇപ്പം തന്നെ 2 ചൂലായി. എത്ര ചൂല് കിട്ടിയാലും നമുക്ക് കൊതിയാണല്ലോ അല്ലേ. ഇനി അവിടുത്തെ അടുത്ത പ്രോസസ്സ് എന്താ നോക്കാം. അടുത്ത് ഇനി ഒരു പരിപാടി ഉണ്ട്, വരി നമുക്ക് അടുത്ത് നോക്കാലോ. മാക്സിമം കുത്തിക്കൊള്ളിച്ചിട്ടോ. ഇനി ഇത് പോവൂരാന്നുള്ളത് ഉറപ്പന്നെ, എന്നാൽ പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങാനും പോയാലോ. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കയറ് എടുക്കുന്നില്ലല്ലോ. കയറ് ഇനി വേണ്ട, ഒക്കെ പോയി, ഒക്കെ പഴയത് കാലത്തേക്ക് പോയി. ഇനി നമുക്കിതൊന്ന് ചൂടാക്കണം. ചൂടാക്കി ഒന്ന് ലെവൽ ചെയ്തൊന്ന് ഫിറ്റിൽ നിർത്തണം. ഇവർ നമുക്ക് ചൂടാക്കാമല്ലോ. ഗ്യാസ് കത്തിച്ച് ഇനി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വെക്കുമ്പോൾ അടുക്കിടക്ക് ഇങ്ങനെ ആക്കണം. എന്നാൽ ഒരു മിനുസം കിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു മിനുസം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കയമോയായിട്ട് നിൽക്കും. കുറച്ചൊക്കെ ഓട്ടയൊക്കെ വന്നോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ഇങ്ങനെ വേഗം ഒന്ന് ആക്കണം. ചുരുങ്ങിയപ്പോൾ അത് നീണ്ടു കേട്ടോ. ഇങ്ങനെ ഇപ്പം എങ്ങനെ ഉണ്ട്? ഉഷാറായില്ല. ഇവിടെ ഒന്ന് കുറച്ചൊന്ന് ഇവിടെ തന്നെ ആക്കട്ടെ. ഫിറ്റിലിങ്ങ് നിന്ന് ഒന്ന് കയ്യോട് നല്ലൊരു പിടുത്തും കിട്ടിയിട്ടോ. ആ വണ്ണമൊക്കെ കുറഞ്ഞും ചെയ്ത്. ഇനി അടുത്ത ചൂല് അങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ 2 ചൂല്, എത്ര പെട്ടെന്ന് ഞൊടിയിടയിൽ നമുക്ക് 2 ചൂല് കിട്ടി. അത് നല്ല ഉറപ്പുള്ള ചൂലും. ഇതപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരിക്കലും ആനച്ചങ്ങല പൊട്ടിച്ചാലും ഇത് പൊട്ടിക്കാൻ കഴിയില്ല, ഊരിയെടുക്കാനും കഴിയില്ല. ധൈര്യമായിട്ട് കൂനിഞ്ഞിട്ട് അടിച്ചങ്ങ് വരാം. ഈ മഴയത്ത് പറ്റിയ ചൂല് നീണ്ടിട്ടോ, വണ്ണം കുറഞ്ഞു നീണ്ടു. നിങ്ങൾ എന്ത് സുഖമെന്ന് പറയാം. നല്ല മിനുസ. അവിടെ പിടിക്കുമ്പോൾ കൈ വേദനിക്കൂല. ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് ഇങ്ങനെ അടിച്ചു വരാനുള്ളൊരു സുഖം ചില്ലറയല്ല കേട്ടോ. എന്താ നമുക്ക് കടലാസ് കത്തിച്ചിട്ട് നമുക്ക് ആക്കാം. ഗ്യാസാകുമ്പോൾ നല്ല ശ്രദ്ധ വേണം. ഇതാന്ന് പറയുമ്പോഴത്തേനും ഉരുകിയുള്ളൂ. അപ്പോൾ നല്ല ശ്രദ്ധയോടുകൂടെ ഇതാ ഇനി അടുത്ത് കാണിച്ചു തരാം. അടുത്ത പരിപാടി എന്താന്ന്. അടുത്തത് ഇതിന് മൂടി ഇടുന്ന കേട്ടോ. മൂടി ഞാൻ ഊരി വെച്ചിരുന്നു, ഉരുകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതാ ഈ മൂടിയിൽ 2 കമ്പി കണ്ടോ, 2 കമ്പി കൊളുത്താൻ വേണ്ടിയിട്ട് ഒരു ഹോൾസ് ഉണ്ടാക്കി കമ്പി കൊളുത്തി വെച്ചതാ. ഇങ്ങ് മടക്കി കണ്ടോ. ഞാൻ കാണിച്ചു തരാം എൻ്റെ ഉപയോഗം. സൂപ്പർ ഉപയോഗം. അതാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടാൽ മതി. സൂപ്പറായി. നല്ല ഫിറ്റിലങ്ങോട്ട് ഇട്ടതാ. ഇനി അങ്ങ് കൊളുത്തി വെച്ചത് ആ ഉപയോഗം കഴിഞ്ഞിട്ട്. ഇനി ഇതിലിടട്ടെ. ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ. ഇത് ചൂലാകുമ്പോൾ അടിച്ചു വാരിയിട്ട് ഒരു മൂലയിൽ കൊളുത്തിയിടല്ലേ. മൂലയിൽ അങ്ങ് വെക്കലാണ് സാധാരണ എല്ലാവരും, ഞാനടക്കം. അപ്പോൾ 2-ാം ദിവസം എടുക്കാൻ പോകുമ്പോൾ അതിൽ പാമ്പെങ്ങാനും കൂടിയിട്ട് ചുരുണ്ട് കിടക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ കഴിയില്ല. ഞാനത് അറിഞ്ഞതാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചൂലെടുക്കുമ്പോൾ പാമ്പ് കടിച്ചെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനൊക്കെ പരിഹാര മാർഗ്ഗമാണ് ഇതാ. ഈ കമ്പി ഇങ്ങനെ കെട്ടിയില്ലേ, ഇതാ ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇട്ട് ഒരു മേലെന്തെങ്കിലും ഒരു ആണി തറച്ചാൽ മതി. അങ്ങനെ സൂപ്പറായിട്ട് നമുക്ക് ചൂല് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് വെച്ചു. ഇനി ആവശ്യം വരുമ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് എടുക്കുക. വേണമെങ്കിൽ ഒന്ന് കഴുകിയിട്ട് വീണ്ടും അവിടെ കൊണ്ടുപോയി വെക്കാം. വൃത്തിപ്പോൾ നമുക്ക് ആവശ്യം നിർബന്ധമായിട്ട് വേണ്ട ഒന്ന് വൃത്തിയാണല്ലോ. അപ്പോൾ ചൂലും ഒന്ന് കഴുകുക. ഇത് അടിച്ചു വാരൽ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ തട്ടി അടിച്ചു വാരാൻ ഇത് സൂപ്പറാണ്. ഫാൻ്റെ അവിടെയൊക്കെ അടിച്ചു വാരാൻ അതിനെല്ലാം ഇത് ഫസ്റ്റാണ്. കട്ടിൻ്റെ ചോട്ട് പോയിട്ട് ഉള്ളിൽ പോയിട്ട് അടിച്ചു വാരാനൊക്കെ അത് സൂപ്പറാണ്. ഇവിടെ എല്ലാം ടൈലിട്ട സ്ഥലവും എല്ലാം നല്ലതാണ്. മുറ്റടിച്ച് ചേർന്ന ചൂര് നമ്മൾ അകത്തേക്ക് എടുക്കൂലല്ലോ. അപ്പോൾ ഒന്ന് മുറ്റടിച്ച് ചേരാൻ വെക്കുക, ഒന്നാകെ അടിച്ചു വരാനും എന്തൊരു സുഖമാണെന്നറിയോ. ഇത് എങ്ങനെ വലിച്ചാലും ഇത് കിട്ടൂല, ഇത് പോരൂല. നമുക്ക് അടിച്ചു വാരുമ്പോൾ ഒരു ഈർക്കിളി അങ്ങ് ഊരിപ്പോയാളൊരു ദേഷ്യം പറയണ്ട. പിന്നെ അത് കുനിഞ്ഞെടുക്കാനേ ഒഴിവുണ്ടാവുള്ളൂ. ഇതെന്തൊരു സുഖമാണെന്നറിയോ അടിച്ചു വരാൻ. വെയിറ്റും കുറവാണ്. ഇത് ഒത്ത മണ്ണായത് കൊണ്ട് പിടിക്കാനും സുഖം, മിനുസുമാണ്, വെയിറ്റും ഇല്ല. ഇങ്ങനെ അങ്ങ് അടിച്ചു വരാനിന് അടിച്ചു വരുന്ന കാര്യത്തിൽ ഒരു പ്രയാസവും ആർക്കും വേണ്ട. ഇപ്പം മഴ പെയ്തല്ലോ, അപ്പോൾ എന്തൊരു സുഖമാണെന്നറിയാച്ചാൽ എന്താ ഇങ്ങനെ അങ്ങ് നല്ല സുഖമാണ്. ഇതിങ്ങനെ അങ്ങ് പൊയ്ക്കോളും വെള്ളം. അതിനൊക്കെ പരിഹാരം മഴക്കാലത്ത് ഒരു ഈർക്കിളി ചൂലെങ്കിലും ഒരാളെ വീട്ടു വേണം കേട്ടോ.
നല്ല കരകര ഒച്ച വെക്കുന്നില്ല. അതന്നെ നമുക്ക് ചളിയൊന്നും ഉണ്ടാവില്ല. എന്ത് സൂപ്പറായിട്ട് ചെയ്യാന്നറിയോ ഈ ചൂല് കൊണ്ട്. നീൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഉള്ളിലേക്കൊക്കെ അത് വരുത്തിക്കടാ. ഇങ്ങനെ നല്ല സുഖ. പൂക്കൾ ചട്ടി മാറ്റാണ്ട് തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോവാം. ഇതുണ്ടെങ്കിൽ അടിച്ചു വരാൻ ഒരു മടിയുമില്ല. പിന്നെ ഞാനിത് വാരിക്കഴിഞ്ഞാൽ പൂച്ചട്ടി തന്നെ അങ്ങ് ഇട്ടു കേട്ടോ. ഈ പൂച്ചട്ടീൻ്റെ ചെടീൻ്റെ തന്നെ തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ടു. എന്താ സുഖം എന്നറിയോ. എന്താ ഇങ്ങനെ ടൈലിട്ടതായിക്കോട്ടെ, കട്ട വിരിച്ചതായിക്കോട്ടെ, കല്ലായിക്കോട്ടെ, എങ്ങനായാലും മഴ പെയ്താൽ കൊഴുപ്പുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അങ്ങ് അടിച്ചാൽ അതിനൊരു പരിഹാരമാണ്. എന്താ ഇങ്ങനെ അങ്ങോട്ടേക്ക് കുറേ ഏരിയ അങ്ങോട്ട് അടിക്കുക കേട്ടോ. അങ്ങനെ കുറേ ഏരിയ എല്ലാത്തിൽ അധികം കുനിയണ്ട. ഞാൻ പിന്നെ കുനിഞ്ഞ ശീലം. ഊരവേദന ഉള്ളവർക്കൊക്കെ ഇങ്ങനെ അടിച്ചാൽ മതി. എന്താ ഇങ്ങനെ അടിച്ചാലും കിട്ടും, മുടി കിട്ടും, കൊഴുപ്പുള്ള കിട്ടും, ഇലമാണെങ്കിൽ എല്ലാ ഇതിലൂടെ അടിച്ച് വരിക കിട്ടും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഒരാൾ എന്നോട് ചോദിച്ചു മേരി ഗോൾഡ് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് കാണിച്ച് തരാമെന്ന് പറഞ്ഞു. അതാ ഇതൊക്കെ എൻ്റെ മേരി ഗോൾഡാട്ടോ. അതൊക്കെ ഇതാ മേരി ഗോൾഡിൻ്റെ പൂവുണ്ടോ, ഇതിൻ്റെ കമ്പ് പൊട്ടിച്ചിട്ട് ഇവിടെ തന്നെ കുത്തി കൊടുത്താൽ കണ്ടോ തെളിഞ്ഞ് വന്നേ. ഇതാ ഈ കമ്പൊക്കെ തെളിഞ്ഞിതാ, ഇതെല്ലാം തെളിഞ്ഞ്. ഇതിനൊരു പ്രത്യേക ഒന്നുമില്ല, അങ്ങനെ കുത്തി കൊടുത്താൽ മതിയല്ലോ. എന്തൊക്കെയാലും ഉണ്ടാവാത്തയില്ല നിങ്ങളത്. എന്നോട് അങ്ങനെ ഒരാൾ സംശയം ചോദിച്ചു കേട്ടോ. പിന്നെ ഒരാൾ പറഞ്ഞ് ബാൾസം പൂക്കൾ മുഴുവനും എൻ്റെത് മഴയത്ത് ഒക്കെ ചീഞ്ഞു പോയി, ഉണങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എൻ്റെ ബാൾസത്തിന് ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. എന്താ ഇതെല്ലാം എൻ്റെ ബാൾസാ. എന്താ ഇതൊക്കെ അതിലൊക്കെ പൂക്കളുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കെട്ടി നിന്നാൽ ചീഞ്ഞു പോവും. എൻ്റെ കയ്യിൽ വെള്ളമൊന്നും കെട്ടി നിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെ ചൂലുണ്ടാക്കൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിത് ഈ സമയത്ത് പണ്ടൊക്കെ ഞാൻ കാണിക്കലുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് കാണിച്ചത് കുറേ പേര് പുതിയ ആൾക്കാർ നമ്മളെ കുടുംബത്തിൽ വന്നല്ലോ, അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് മാത്രമല്ല ഭയങ്കര മഴയും മുറ്റം ചളി വെളിയായി കിടക്കുകയല്ലേ. അപ്പോൾ അത് നല്ലൊരു ഉപകാരമാണ് ഇത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉപകാരമുള്ളതൊക്കെ ഞങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.